ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 52 സങ്കീർത്തനം 6 വാക്യം. നീതിമാന്മാർ കണ്ട് ഭയപ്പെടും, അവർ അവനെ ചൊല്ലി ചിരിക്കും. മനുഷ്യ ശക്തിയിലും സമ്പത്തിലും അഹങ്കരിക്കുന്നവരുടെ അവസാനം എന്താകുമെന്ന് ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നീതി എല്ലാവരും കാണും. അനീതി എത്ര ശക്തമായാലും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ഭയപ്പെടുമെന്ന് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വെറും പേടിയല്ല, ദൈവത്തിൻ്റെ വിശുദ്ധിയെയും നീതിയെയും തിരിച്ചറിയുന്ന ആദരവാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ വിശ്വാസികൾ കൂടുതൽ ദൈവഭക്തിയോടെ ജീവിക്കുവാൻ പ്രചോദനം നേടും. മനുഷ്യബലമല്ല, ദൈവമാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ സുരക്ഷ പണമോ സ്ഥാനമോ അല്ല, ദൈവമായിരിക്കണം. പ്രിയരെ, അനീതി കണ്ടാൽ നിരാശരാകരുത്. ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. സമ്പത്തിനേക്കാളും കഴിവുകളേക്കാളും ദൈവത്തെ ആശ്രയിക്കുക. നമ്മുടെ ജീവിതം ദൈവഭയത്തോടും വിശ്വസ്തയോടും കൂടി ആയിരിക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായ ക്ഷമയോടെ നമുക്ക് കാത്തിരിക്കാം. ദുഷ്ടതയ്ക്ക് താൽക്കാലിക വിജയം ഉണ്ടാകുകയാലും ദൈവത്തിൻ്റെ നീതി ശാശ്വതമാണ്. നീതിമാന്മാർ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് അവനിൽ കൂടുതൽ വിശ്വസിക്കും. അതിനാൽ എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മെ തന്നെ ഈ നാളുകളിൽ ഒരുക്കി കൊടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ നീതിയിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ചെയ്യണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.